ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ 10th ലെവൽ ഡ്രൈവർ എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്ക് ഡ്രൈവിങ്ങിൻ്റെ നമ്മളിപ്പോൾ ഒരു ഭാഗം പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ഒരു ഭാഗം അതാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഞാൻ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ തരാം. അപ്പോൾ നമുക്ക് 10th ലെവലിൽ വരുന്ന എക്സാമുകൾ വേരിയസ് ഡ്രൈവർ, കമ്പനി കോർപ്പറേറ്റ് ഡ്രൈവർ, പ്രിസൺ ഓഫീസർ ഡ്രൈവർ, അതേപോലെ NCA ഡ്രൈവർ കം അറ്റൻഡൻറ്റ് NCA എക്സാമുകൾ വരുന്നുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ടുള്ള അതെല്ലാം കോമൺലി 10th ലെവൽ എക്സാമാണ്. ഒരു വർഷം മുന്നേ കഴിഞ്ഞ വർഷം മുതൽ ആണ് പോലീസ് ഡ്രൈവറും ഫയർമാൻ ഡ്രൈവറും 12th ലെവൽ എക്സാം ആയത്. അതിനു മുമ്പ് എല്ലാ ഡ്രൈവറും പോലീസ് ഡ്രൈവർ ഫയർമാൻ ഡ്രൈവറും എല്ലാം ഉൾപ്പെടെ എല്ലാം 10th ലെവലായിരുന്നു. ഇപ്പം അത് രണ്ടും 12th ലെവലായിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പം പറഞ്ഞു കഴിഞ്ഞാൽ വേരിയസ് ഡ്രൈവർ അല്ലെങ്കിൽ ഈ ഒരു 10th ലെവൽ എക്സാമുകൾ പഴയ പാറ്റേൺ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കുറേ പഴയ ചോദ്യങ്ങളുണ്ട്, കുറേ സ്പീഡുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, എൻജിനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, അല്ലാതെ തന്നെ ലോജിക്ക് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന കുറച്ച് ചോദ്യങ്ങൾ, അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള ഒരു സിലബസ് ആയിരുന്നു വേരിയസ് ഡ്രൈവറിന് ഉണ്ടായിരുന്നത്. അപ്പം അത് 50 മാർക്കിൻ്റെ ടോപ്പിക്കുകളായിട്ടാണ് 50 മാർക്കിൻ്റെ GKയും അതേപോലെ തന്നെ 50 മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കുമാണ് വരുന്നത്, അല്ലെങ്കിൽ ഡ്രൈവർ പാർട്ടുമാണ് വരുന്നത്. ഈ 50 മാർക്കിൻ്റെ ഡ്രൈവർ പാർട്ട് എന്ന് മാത്രമാണ് സിലബസിൽ തന്നിരിക്കുന്നത്. എന്താണ് പഠിക്കേണ്ടത്, എവിടെ നിന്നാണ് പഠിക്കേണ്ടത്, ഒരു സോഴ്സും അതിനകത്തില്ല. 50 മാർക്കിൻ്റെ ചോദ്യം ഡ്രൈവറുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. അതെന്തും ആകാം, ഒരു സോഴ്സും നൽകിയിട്ടില്ല. കോമൺലി ഒരു വന്ന പാറ്റേണിൽ തന്നെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ തന്നെ, അല്ലെങ്കിൽ പല റാങ്ക് ഫയലുകാരും പല സിലബസുകൾ ഉണ്ടാക്കി അവർ തന്നെ ഉണ്ടാക്കി അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ നോട്ടുകൾ ഉണ്ടാക്കി വിടുവാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് വന്നുകൊണ്ടിരുന്നത്. കഴിഞ്ഞ വർഷം 2024 ഒരു 10th ലെവൽ പരീക്ഷ നടന്നിരുന്നു. 10th ലെവലിൻ്റെ ഒരു പരീക്ഷ നടന്നിരുന്നു. അതൊരു കോമൺ എക്സാം ആയിരുന്നു, ഡ്രൈവറിൻ്റെ കോമൺ എക്സാം. കോമൺ എക്സാം എന്ന് പറഞ്ഞാൽ പല എക്സാമുകൾ ഇപ്പം പറഞ്ഞല്ലോ, വേരിയസ് ഡ്രൈവർ അപ്ലൈ ചെയ്തവർ കാണും, കമ്പനി കോർപ്പറേറ്റ് അപ്ലൈ ചെയ്തവർ കാണും, മറ്റ് പരീക്ഷയൊക്കെ NCA എല്ലാം അപ്ലൈ ചെയ്തവർ കാണും. ഇതിനെല്ലാം ഒരു കോമൺ പരീക്ഷയായിട്ട് വരാനായിട്ടാണ് സാധ്യത. എല്ലാ പരീക്ഷയ്ക്കൂടെ ഒരു പരീക്ഷയും വ്യത്യസ്ത കട്ട് ഓഫും വേക്കൻസി അനുസരിച്ച് വ്യത്യസ്ത കട്ട് ഓഫും വരുന്ന രീതിയിൽ വരാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പം കമ്പനി കോർപ്പറേറ്റ് എനിക്ക് തോന്നുന്നു എക്സാമിൻ്റെ മാസം കൊടുത്തത് വെച്ച് നോക്കുമ്പം കമ്പനി കോർപ്പറേറ്റ് വേറെ ഒരു സെപ്പറേറ്റ് എക്സാം ആയിരിക്കും. ബാക്കി എല്ലാം ഒരു കോമൺ എക്സാം ആയിട്ട് വരാനായിട്ടുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. അങ്ങനെ ഒരു കോമൺ എക്സാം കഴിഞ്ഞ വർഷം നടന്നിരുന്നു 2024. അപ്പോൾ അതിൻ്റെ എക്സാം നടന്നു കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ പോലീസ് ഡ്രൈവർ ഫയർമാൻ ഡ്രൈവർ കഴിഞ്ഞിട്ടാണ് ഈ ഒരു എക്സാം നടക്കുന്നത്. അപ്പോൾ ആ ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ കാണാം, പണ്ടുള്ള 10th ലെവലിൻ്റെ ചോദ്യങ്ങളല്ല അതിനകത്ത്. നമ്മുടെ ആ ഫയർമാൻ ഡ്രൈവറിനും പോലീസ് ഡ്രൈവറിനും ഒക്കെ ചോദിച്ചിട്ടുള്ള ആ ചോദ്യം തന്നെ, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് അതിനകത്ത് വന്നത്. അപ്പം കഴിഞ്ഞ തവണ സംഭവിച്ചതെന്താണെന്ന് വെച്ചാൽ പോലീസ് ഡ്രൈവർ ഫയർമാൻ ഡ്രൈവറിന് പഠിച്ചവർക്ക് ഈ എക്സാം ഭയങ്കര സിമ്പിളായിരുന്നു. പക്ഷേ ഇതിന് പഠിക്കാതെ ഈ വേരിയസ് പഴയ രീതി പഠിച്ചവർക്ക് എന്താണ് കുറച്ച് പാടുണ്ടായി. കാരണം അതിനകത്ത് നമ്മൾ നേരത്തെ ചോദിക്കാത്ത കുറേ സാധനങ്ങൾ പുതുതായിട്ട് ചോദിച്ചു. നേരത്തെ നിയമങ്ങളും കാര്യങ്ങളും ഒന്നും ഈ ഒരു വേരിയസ് ഡ്രൈവറിനകത്തൊന്നും ചോദിക്കത്തില്ല. ഇന്ന സെക്ഷൻ ഏതാണ്, ഇന്ന റൂൾ ഏതാണ്, അതിനകത്ത് ഓരോ പോയിൻറ്റും ഒന്നും ചോദിക്കത്തില്ല. ഇപ്പം നമ്മൾ പഠിച്ചത് റെഗുലേഷൻ മാത്രമേ പഴയ സിലബസ് അനുസരിച്ച് ഈ ഒരു 10th ലെവലിൽ ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ കഴിഞ്ഞ തവണ അങ്ങനെ ഒരു മാറ്റം വന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അതൊരു PSCയുടെ ഒരു പാറ്റേൺ ചേഞ്ച് ആയിട്ട് കണക്കാക്കി. ഇനി അത് തന്നെ വരാനാണ് സാധ്യത എന്നുള്ള രീതിയിലാണ് നമ്മൾ കണക്ക് കൂട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്ന ആ പോലീസ് ഡ്രൈവർ അല്ല ഫയർമാൻ ഡ്രൈവറിൻ്റെ 12th ലെവൽ ഡ്രൈവറിൻ്റെ സിലബസിൽ തന്നിരിക്കുന്ന പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അതെല്ലാവരും പഠിച്ചിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ അത് ആദ്യം നമ്മൾ പഠിച്ചിരിക്കുക. അത്രയും പഠിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് അത് പഠിച്ച് കഴിയുമ്പോഴേ തന്നെ റെഗുലേഷൻ, പണ്ടത്തെ എക്സാമിന് റെഗുലേഷൻ കൂടുതൽ ചോദിക്കുന്നത്. അപ്പോൾ ആ റെഗുലേഷനൊക്കെ നമ്മൾ കംപ്ലീറ്റ് 3 മുതൽ 40 വരെയുള്ള റെഗുലേഷൻസ് എല്ലാം പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുറേ നിയമങ്ങളും കാര്യങ്ങളും എല്ലാം പഠിച്ചിട്ടുണ്ട്. അപ്പം തന്നെ നമുക്ക് ആ വാഹനത്തെപ്പറ്റി, അതുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളെപ്പറ്റി, സ്പീഡുകളെപ്പറ്റിയും അതെല്ലാം ഒരു ധാരണയായിട്ടുണ്ട്. ഇനി കഴിഞ്ഞ പരീക്ഷയിൽ കുറച്ച് എൻജിനായിട്ട് ബന്ധപ്പെട്ടതും അല്ലാത്ത നമ്മൾ പഠിക്കാത്ത കുറച്ച് ടോപ്പിക്കുകളും ഞാൻ ഇവിടെ പഠിപ്പിക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതി ഓരോന്ന് പറയത്തേ ഉള്ളൂ. നോട്ട് തരുമ്പോഴത്തേന് അതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു നോട്ട് തരാം, അത് വായിച്ച് മനസ്സിലാക്കുക. ഞാനപ്പം ഈ റാങ്ക് ഫയലൊക്കെ റെഫർ ചെയ്താൽ ഒത്തിരി കാര്യങ്ങളുണ്ട് അതിനകത്ത്. ചുമ്മാ വേണ്ടാത്ത കാര്യങ്ങൾ ഒത്തിരി എഴുതിയിട്ടുണ്ട്. നമ്മൾ വെറുതെ അത് പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
വാഹനം വലത്തോട്ട് തിരിയുന്നത് എങ്ങനെ, വാഹനം ഇടത്തോട്ട് തിരിയുന്നത് എങ്ങനെ, ഒരു അപകടം ഉണ്ടായാൽ എന്ത് ചെയ്യണം, ഇതൊക്കെ നോർമലായിട്ടുള്ള ചോദ്യം. വാഹനം ഇടത്തോട്ട് എങ്ങനെ തിരിയണമെന്നും വലത്തോട്ട് തിരിയുമ്പോൾ എന്നാ ചെയ്യണമെന്നും ഒക്കെ ഓപ്ഷൻ കണ്ടാലും അല്ലെങ്കിൽ അല്ലാതെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോട്ട് ഇവിടെ ആഡ് ചെയ്യാതെ ഞാനിവിടെ ഓരോന്ന് പറഞ്ഞു പോവും. ഞാൻ ആപ്പിൽ തന്നെ നമ്മുടെ നോട്ട്സും അപ്ഡേറ്റ് ചെയ്തേക്കാം. അപ്പോൾ അത് വായിച്ച് കഴിയുമ്പോഴത്തേന് ഈ പറഞ്ഞത് വെച്ച് നിങ്ങൾക്ക് ക്ലിയർ ആകും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കൂടുതലായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ഇരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സാധാരണ രീതിയിൽ കേൾക്കാത്ത കാര്യങ്ങളും അല്ലെങ്കിൽ സാധാരണക്കാർക്ക് അറിയാൻ സാധ്യതയില്ലാത്ത കുറച്ച് കാര്യങ്ങളുമാണ് ഉൾപ്പെടുത്തുന്നത്. നോട്ടിൽ എല്ലാം ഉണ്ടാവും, വായിച്ച് നോക്കിയാൽ മതി കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി, അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് നമുക്ക് നോക്കാം, ലോഗ് ബുക്ക് എന്താണ്. ലോഗ് ബുക്ക് ഒരു സർക്കാരിൻ്റെ വാഹനം, ആ വാഹനം ഓടിക്കുന്ന ഒരു ഡ്രൈവർ, ആ വാഹനത്തിൽ സൂക്ഷിക്കേണ്ട രേഖ അല്ലെങ്കിൽ പ്രമാണം, അതിനെ പറയുന്ന പേരാണ് ലോഗ് ബുക്ക്. ഒരു സർക്കാർ വാഹനം അത് ഓടിക്കുന്ന ഡ്രൈവർ ആ വാഹനത്തിൽ സൂക്ഷിക്കേണ്ട പ്രമാണത്തിനെ അല്ലെങ്കിൽ ബുക്കിനെ എന്ത് പറയുന്നു? ലോഗ് ബുക്ക് എന്ന് പറയുന്നു. ലോഗ് ബുക്ക്. ഇനി അടുത്തത് ഡിസൈൻ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസൈൻ സ്പീഡ് ഇത് റോഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേമാണ് ഡിസൈൻ സ്പീഡ്. അപ്പോൾ ഒരു റോഡ് അത് പണിത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഡിസൈനിങ് സ്പീഡ് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ഡിസൈനിങ് സ്പീഡിനനുസരിച്ചായിരിക്കും ഒരു റോഡ് പണിയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റോഡിലൂടെ സുരക്ഷിതമായി, അതായത് ക്രമമായിട്ട് സുരക്ഷിതമായിട്ട് ഓടിക്കാൻ കഴിയുന്ന മാക്സിമം സ്പീഡിനെയാണ് ആ റോഡിൻ്റെ ഡിസൈൻ സ്പീഡ് എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലേ, ഓരോ റോഡിലൂടെ സുരക്ഷിതമായിട്ട് ഓടിക്കാൻ പറ്റുന്ന സ്പീഡ് വ്യത്യാസം. നമ്മുടെ ഒരു ലോക്കൽ റോഡ് അതിലേക്കൂടെ ഓടിക്കാൻ പറ്റുന്ന സ്പീഡിലാണ് ഒരു റബ്ബറൈസ്ഡ് ആയിട്ടുള്ള അങ്ങനെ അത്രയും സംവിധാനത്തിൽ പണിഞ്ഞിരിക്കുന്ന റോഡിലൂടെ ഓടിക്കാൻ സുരക്ഷിതമായിട്ടുള്ള സ്പീഡ് അല്ല. അപ്പോൾ ഓരോ റോഡിനും ഡിസൈൻ സ്പീഡുണ്ട്. അതായത് അതിലേക്കൂടെ ആ റോട്ടിൽ കൂടെ ഓടിക്കാൻ കഴിയുന്ന ഏറ്റവും മാക്സിമമായി സുരക്ഷിതമായിട്ട് ഓടിക്കാൻ കഴിയുന്ന സ്പീഡ് ഏത് റോഡിൽ സ്പീഡിൽ ഓടിക്കാം, പക്ഷേ സുരക്ഷിതമായിട്ട് ഓടിക്കാൻ, അംഗീകൃതമായിട്ട് സുരക്ഷിതമായിട്ട് ഓടിക്കാൻ പറ്റുന്ന ആ സ്പീഡിനെയാണ് മാക്സിമം സ്പീഡിനെയാണ് ഡിസൈൻ സ്പീഡ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരു ലോക്കൽ റോഡിൻ്റെ ഡിസൈൻ സ്പീഡ് 40 ആയിരിക്കും, പക്ഷേ ഒരു 4 വരിപ്പാതയുടെ ഡിസൈൻ സ്പീഡ് ചിലപ്പോൾ 100 ആയിരിക്കും, 120 ആയിരിക്കും. അങ്ങനെ അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. അതാണ് ഡിസൈൻ സ്പീഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയാലോ? ഡിസൈൻ സ്പീഡ് എന്ന് വെച്ചാൽ ഒരു റോഡിലൂടെ സുരക്ഷിതമായിട്ട് ഓടിക്കാൻ പറ്റുന്ന ആ സ്പീഡിനെയാണ്, മാക്സിമം സ്പീഡിനെയാണ് ആ റോഡിൻ്റെ ഡിസൈൻ സ്പീഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഡിഫെൻസീവ് ഡ്രൈവിങ്. എന്താണ് ഡിഫെൻസീവ് ഡ്രൈവിങ് അല്ലെങ്കിൽ പ്രതിരോധ ഡ്രൈവിംഗ് എന്നും പറയാം. പ്രതിരോധ ഡ്രൈവിംഗ് എന്നും പറയാം മലയാളത്തിൽ. ഡിഫെൻസീവ് ഡ്രൈവിംഗ് എന്താണ്? നമുക്കറിയാം, നമ്മൾ നിയമങ്ങൾ എല്ലാം പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ നിയമങ്ങൾ അനുസരിച്ച് വാഹനം ഓടിക്കും. നമ്മൾ നിയമം അനുസരിച്ച് വാഹനം ഓടിച്ചുകൊണ്ട് മാത്രം അപകടങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടാകാതിരിക്കുമോ? ഇല്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൺസെപ്റ്റാണ് ഡിഫെൻസീവ് ഡ്രൈവിംഗ്. നമ്മൾ കറക്റ്റ് നിയമം അനുസരിച്ച് പറഞ്ഞിരിക്കുന്ന രീതിയിൽ വാഹനം ഓടിക്കുന്നതിനോടൊപ്പം മറ്റുള്ളവർ ആ നിയമം തെറ്റിച്ച് അപകടമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ടുള്ള ഡ്രൈവിങ്ങിനെ എന്ത് പറയാം? ഡിഫെൻസീവ് ഡ്രൈവിംഗ് എന്ന് പറയാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ പഠിച്ചതല്ലേ, ആംബർ ലൈറ്റ്, റെഡ് ലൈറ്റ്, ഗ്രീൻ ലൈറ്റ്, അതായത് സിഗ്നൽ ലൈറ്റുകളെ പറ്റി പഠിച്ചതാണ്. മഞ്ഞ സിഗ്നൽ ലൈറ്റ് കണ്ടാൽ എന്താണ്? നമുക്ക് വാഹനം വിട്ടു പോകാം. ഒരു 4 കൂടിയ ജംഗ്ഷൻ ആയിരിക്കും, നമ്മുടെ ഭാഗത്ത് ഗ്രീൻ ലൈറ്റ് കത്തിയിട്ടുണ്ട്, അതേപോലെ തന്നെ ആരോയും കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സുരക്ഷിതമായിട്ട് കടന്നു പോകാം. മറ്റു വാഹനങ്ങളെല്ലാം അവർക്കെല്ലാം സ്റ്റോപ്പ് സൈൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ റോഡിലോട്ട് മറ്റു വാഹനങ്ങൾ വരാനായിട്ട് സാധ്യതയില്ല. എന്നിരുന്നാലും ഏതെങ്കിലും ഒരുത്തവന് അത് തെറ്റിച്ച് കയറി വന്നാൽ അപകടം ഉണ്ടാകും. നമ്മളത് മുൻകൂട്ടി കണ്ട് നമ്മൾ ചുമ്മാ ഈ സിഗ്നൽ കണ്ടപ്പോഴേ കയറി പോകാതെ 2 സൈഡും നോക്കി ആരും വരുന്നില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് കയറി പോകുന്നതിനെ, അതേപോലെയുള്ള ഒരു സംഭവത്തിനെയാണ് ഡിഫെൻസീവ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ വഴി കൂടെ യാത്ര ചെയ്യുമ്പോഴത്തേന് ഒരു ബോൾ ഉരുണ്ട് വരുന്നു, ഒരു ബോൾ റോട്ടിൽ കൂടെ ഉരുണ്ട് പോകുന്നു. അങ്ങനെ ബോൾ ഉരുണ്ട് പോകുന്ന കാണുമ്പോഴത്തേന് നമ്മൾ ഓർക്കുക, ആ ബോളിൻ്റെ പുറകെ ചിലപ്പോൾ ഒരു കുട്ടിയും കൂടെ വരാം എന്നൊരു സാധ്യത കണ്ട് നമ്മൾ വേഗത കുറയ്ക്കുക. അങ്ങനെയുള്ളൊരു കൺസെപ്റ്റാണ് ഡിഫെൻസീവ് ഡ്രൈവിംഗ് അല്ലെ പ്രതിരോധ ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് പറഞ്ഞാൽ പ്രതിപ്രവർത്തന ടൈം അല്ലെങ്കിൽ റിയാക്ഷൻ ടൈം. അതായത് നമ്മുടെ റിയാക്ഷൻ എടുക്കുന്ന ടൈം, അത് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഡ്രൈവർ അയാളുടെ ഫ്രണ്ടിലെ ഒരു അപകടം കണ്ടിട്ട്, അതായത് ഒരു അപകട സാധ്യത അല്ലെങ്കിൽ ഒരു അപകടം കണ്ടിട്ട് അയാളുടെ വാഹനം സുരക്ഷിതമായിട്ട് നിർത്താൻ എല്ലാ ബ്രേക്കും സംവിധാനങ്ങളും ഒക്കെ ഉപയോഗിച്ച് വാഹനം നിർത്താനായിട്ട്, ആ അപകടം ഒഴിവാക്കാനായിട്ട് എടുക്കുന്ന സമയത്തിനെയാണ് പ്രതിപ്രവർത്തന സമയം അല്ലെങ്കിൽ റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത്. റിയാക്ഷൻ ടൈം എന്താണ്? നമ്മളൊരു വാഹനം ഓടിച്ചുകൊണ്ട് പെട്ടെന്ന് ഫ്രണ്ടിലോട്ട് ഒരാൾ ചാടുന്നു.
അപ്പോൾ നമ്മളത് കണ്ടപ്പം മുതൽ നമ്മുടെ വാഹനം സുരക്ഷിതമായിട്ട് നിർത്താനായിട്ട് എത്ര സമയം എടുത്തോ ആ ഒരു സമയത്തെ എന്ത് പറയുന്നു, പ്രതിപ്രവർത്തന സമയം എന്ന് പറയാം. നമ്മുടെ പ്രതിപ്രവർത്തന സമയം കുറഞ്ഞു പോയാൽ കൂടിപ്പോയാൽ എന്ത് പറ്റും, അപകടം ഉണ്ടാകാം. നമ്മൾ മദ്യപിച്ചൊക്കെ വാഹനം ഓടിക്കുമ്പോൾ എന്നാ പറ്റുന്നതെന്നറിയോ, നമുക്ക് കൃത്യസമയത്ത് ഈ പ്രതിപ്രവർത്തനം നടക്കാതെ വരും, റിയാക്ഷൻ ടൈം കൂടും. അപ്പോൾ നമ്മുടെ വാഹനം നമ്മൾ ഉദ്ദേശിച്ചെടുത്ത് നിർത്താതെ ഈ ഒരു അപകടം സംഭവിക്കുന്നു. അപ്പോൾ അതാണ് നമ്മൾ മദ്യപിച്ച് കഴിയുമ്പോൾ പറ്റുന്നത്. റിയാക്ഷൻ പെട്ടെന്ന് വരത്തില്ല. മദ്യം എന്ത് ചെയ്യും, നമ്മുടെ തലച്ചോറിലെ റിയാക്ഷനൊക്കെ ഉണ്ടാക്കാനുള്ള സാധനങ്ങളെ മന്ദീഭവിപ്പിക്കും. അതുകൊണ്ട് തന്നെ എന്താണ്, പെട്ടെന്ന് റിയാക്ഷൻ ഉണ്ടാകത്തില്ല. അപ്പോൾ ഈ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു അപകടം കണ്ടാൽ നമ്മൾ വാഹനം സുരക്ഷിതമായിട്ട് നിർത്താനെടുക്കുന്ന ഒരു സമയം, അല്ലെങ്കിൽ ആ ഒരു അപകടം ഒഴിവാക്കാനുള്ള സമയം എന്ന് തന്നെ പറയാം, പ്രതിപ്രവർത്തന സമയം എന്ന് പറയാം. അപ്പോൾ അത് കൂടിപ്പോയാൽ എന്ത് പറ്റും, അപകടം ഉണ്ടാകും. അത് പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ അപകടം ഉണ്ടാകാതിരിക്കുക. എന്നാൽ അന്ന് വെച്ച് പെട്ടെന്ന് ഒരാൾ ഫ്രണ്ടിലോട്ട് ചാടിയാൽ നമുക്ക് വാഹനം നിർത്താനായിട്ട് പറ്റത്തില്ല. എന്നിരുന്നാലും കുറച്ച് ഫ്രണ്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ മദ്യപിച്ചിട്ടൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു അപകടം ചിലപ്പം ഒഴിവാക്കാനായിട്ട് പറ്റും. ഇനി അടുത്തത് പറയുകയാണെങ്കിൽ, നമ്മുടെ ഒരു വാഹനത്തിൻ്റെ അതിൻ്റെ ഡ്രൈവർ സീറ്റിന് പുറകിൽ കിടക്കാനായിട്ട് അല്ലെങ്കിൽ കിടന്നുറങ്ങാനായിട്ട് സംവിധാനം നിർബന്ധമാക്കിയിരിക്കുന്ന സർക്കാർ നിർബന്ധമാക്കിയിരിക്കുന്ന വാഹനം ഏതാണെന്ന് ചോദിച്ചാൽ അത് നാഷണൽ പെർമിറ്റ് വിഭാഗത്തിൽപ്പെട്ട വാഹനങ്ങൾ, അതായത് മറ്റ് സംസ്ഥാനങ്ങളിലോട്ട് ഓടുന്ന വാഹനങ്ങൾ. അപ്പോൾ എന്താണ്, കൂടുതൽ ദൂരം ഓടുന്ന വാഹനങ്ങളാണ്. അപ്പം ഡ്രൈവർക്ക് 2 ഡ്രൈവർമാർ കാണും. ചിലപ്പം ഒരു ഡ്രൈവർ വാഹനം ഓടിക്കുമ്പോൾ അടുത്ത ഡ്രൈവർക്ക് കൃത്യമായി കിടന്നുറങ്ങാൻ പറ്റണം. സീറ്റേ ഇരുന്നുറങ്ങാം, അതല്ല പ്രോപ്പറായിട്ടുള്ള ഉറക്കം കിട്ടുക. അങ്ങനെ ഒരു ലക്ഷ്യത്തിലാണ് ആ വണ്ടിയുടെ പുറകിൽ, നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, ഹെവി നാഷണൽ പെർമിറ്റ് വാഹനത്തിൻ്റെയൊക്കെ പുറകിൽ അവർക്ക് കിടക്കാനായിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. അത് അവരുടെ സൗകര്യത്തിന് മാത്രം ചെയ്യുന്നതല്ല, അത് നിർബന്ധമാണ്. അങ്ങനെ നാഷണൽ പെർമിറ്റ് വാഹനങ്ങളുടെ പുറകിൽ കിടക്കാനായിട്ടുള്ള സംവിധാനം ഉണ്ടായിരിക്കണം. നാഷണൽ പെർമിറ്റ് വിഭാഗത്തിൽപ്പെട്ട എല്ലാ വാഹനങ്ങൾക്കും അത് ഉണ്ടായിരിക്കണം. ഇനി നമ്മുടെ ഓട്ടോറിക്ഷ, നമ്മുടെ ഇതിലെ ഓടുന്ന ഓട്ടോറിക്ഷ, അപ്പോൾ അതിൻ്റെ കപ്പാസിറ്റിയെ പറ്റി പറയാം. അപ്പോൾ ഒരു ഓട്ടോറിക്ഷയിൽ കയറാൻ പറ്റും, എത്ര ആളുകൾക്ക് കയറാൻ പറ്റും നിയമപരമായി? ഒരു ഓട്ടോറിക്ഷയിൽ 5 പേര് പോവും, 10 പേര് പോവും, 15 പേര് പോവും. അതല്ല, നിയമപരമായിട്ട് എത്ര പേർക്ക് പോകാൻ പറ്റും ഒരു ഓട്ടോറിക്ഷയിൽ? ഒരു ഡ്രൈവറുണ്ട്, അതുകൂടാതെ എത്ര പേർക്ക് പോകാൻ പറ്റും? ഒരു ഡ്രൈവർ അതുകൂടാതെ 3 പേർക്ക് പോകാനായിട്ട് പറ്റും. അപ്പോൾ മൊത്തം ഡ്രൈവർ ഉൾപ്പെടെ 4 ആളുകൾക്കാണ് ഒരു ഓട്ടോറിക്ഷയിൽ പോകാൻ പറ്റുന്നത്. ഡ്രൈവർ പ്ലസ് മുതിർന്ന ആളുകളാണെങ്കിൽ 3 പേര്. ഇനി കുട്ടികളാണല്ലോ, കുട്ടികൾ എന്ന് വെച്ചാൽ 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എത്ര പേർക്ക് കയറാം? ഈ 10 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ ഒരു മുതിർന്നയാൾക്ക് പകരം 2 കുട്ടികൾ എന്ന കണക്കാണ് വരുന്നത്. ഒരു മുതിർന്നയാൾക്ക് 2 കുട്ടികൾ എന്ന കണക്കാണ്. അപ്പോൾ ഒരു ഡ്രൈവറുണ്ട്, അതുകൂടാതെ എത്ര പേർക്ക് പറ്റും? 3 മുതിർന്നവരെ കൊണ്ടുവരാം. അപ്പം കുട്ടികളാണ് 3 × 2 6 പേര്. അപ്പം മൊത്തം ഒരു വാഹനത്തിൽ, ഒരു ഓട്ടോറിക്ഷയിൽ കുട്ടികളാണ് ഉൾപ്പെടെ, ഡ്രൈവർ ഉൾപ്പെടെ എത്ര പേർക്ക് പറ്റും? 7 പേർക്ക് വരും. 6 കുട്ടികളെ കയറ്റാം, ഡ്രൈവറും ഉണ്ട്. അപ്പോൾ അങ്ങനെ 7 പേര്. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അത് മനസ്സിലാക്കി ഉത്തരം എഴുതുക. ഡ്രൈവറെ കൂടാതെ എത്ര പേരെ പറ്റുമെന്ന് ചോദിച്ചാൽ 6, ഡ്രൈവർ ഉൾപ്പെടെ എത്ര പേരെ പറ്റുമെന്ന് ചോദിച്ചാൽ 7. ഓക്കെ, ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക, ചെയ്യുക. ഈ 6, 7 ഓപ്ഷനിൽ കാണും, അതാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. ഇനി സ്കൂൾ ബസ് എന്ന് വേണ്ട, സ്കൂൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് വെഹിക്കിൾ എന്ന് പറയാം. അതായത് വിദ്യാഭ്യാസ വാഹനങ്ങൾ, ബസ്സോ എന്ത് വേണമെങ്കിലാകാം. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് വെഹിക്കിൾ, സ്കൂളുകാർ കുട്ടികളെ കൊണ്ടുപോകാനായിട്ട് മാത്രം ഉപയോഗിക്കുന്ന വാഹനങ്ങളെയാണ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ് അല്ലെങ്കിൽ വെഹിക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം ചോദിച്ചാൽ, അതിനകത്ത് ഇത്ര സീറ്റ് ഉണ്ടെങ്കിൽ, ഒരു 40 സീറ്റ് ഉണ്ടെങ്കിൽ അതിൽ എത്ര ശതമാനം, ഈ 40 സീറ്റിൻ്റെ എത്ര ശതമാനം ആളുകളെ, കുട്ടികളെ വാഹനത്തിൽ നിർത്തി യാത്ര ചെയ്യാം? 40 ആളുകൾ സീറ്റിലിരുന്നു. പിന്നെ എത്ര ആളുകൾക്ക് വാഹനത്തിൽ നിന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും? സ്കൂൾ ബസ്സിൽ എത്ര ശതമാനം പറ്റും? അതെ, അത് തന്നെ, ഒരാൾക്ക് പോലും സ്കൂൾ ബസ്സിൽ നിന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ ഒരു റിസർവേഷൻ ഇല്ല. ഇങ്ങനെ ഒരു റിസർവേഷനെ പറ്റി ചോദിക്കുമ്പോൾ നമ്മൾ ഓർക്കും ചിലപ്പം 10 15 ഒക്കെ ഓപ്ഷൻ തരും. അപ്പോൾ റിസർവേഷൻ പറ്റുമായിരിക്കും എന്നായിരിക്കും ഓർക്കുന്നത്. അപ്പോൾ റിസർവേഷൻ ഇല്ലെന്നോ ഇവയൊന്നും അല്ലെന്നോ ഉള്ള ഓപ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ഒരാൾക്ക് പോലും സ്കൂൾ ബസ് എത്ര സീറ്റുണ്ടോ അത്ര സീറ്റിൽ കുട്ടികൾക്ക് ഇരിക്കാം, അല്ലാതെ ഒരാളെ പോലും നിർത്തിക്കൊണ്ട് പോകാനായിട്ട് പറ്റില്ല. പിന്നെ സ്കൂൾ ബസ്സിൻ്റെ കളർ എന്താണ്? എല്ലാവരും കണ്ടിട്ടുണ്ട്. കളർ എന്താണ്? യെല്ലോ അല്ലെങ്കിൽ മഞ്ഞ കളറാണ്. എന്നാ മഞ്ഞയാണ്? ഗോൾഡൻ യെല്ലോയാണ്. ഗോൾഡൻ യെല്ലോ കളറാണ് സ്കൂൾ ബസ്സിന്. സ്കൂൾ വാഹനങ്ങൾ ഏത് ടൈപ്പിൽ വരും? സ്കൂൾ വാഹനങ്ങളെല്ലാം ഏത് ടൈപ്പിൽ വരും? ട്രാൻസ്പോർട്ട് വാഹനമാണ് സ്കൂൾ ബസ്സുകൾ എന്താണ്? ട്രാൻസ്പോർട്ട് വാഹനം.
ഇനി അടുത്തത് സേഫ് ഡിസ്റ്റൻസ്. സേഫ് ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താണ്? സുരക്ഷിതമായ അകലം. ഒരു വാഹനത്തിൻ്റെ വാഹനമായിട്ട് ബന്ധപ്പെട്ട് സുരക്ഷിതമായ അകലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ 2 വാഹനങ്ങൾ എടുത്താൽ നമുക്കൊരു വാഹനമുണ്ട്, അതിൻ്റെ മുമ്പിൽ എന്തുണ്ട്? വേറെ ഒരു വാഹനമുണ്ട്. ഇത് നമ്മുടെ വാഹനം, അതിൻ്റെ ഫ്രണ്ടിൽ വേറൊരു വാഹനമുണ്ട്. ഈ വാഹനം രണ്ടും കൂടെ റോഡിലൂടെ ഓടിക്കുമ്പം ഈ വാഹനങ്ങൾ തമ്മിലുള്ള അകലം എത്രയായിരിക്കും വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ഈ 2 വാഹനങ്ങളുടെ തമ്മിലുള്ള അകലം എത്രയായിരിക്കും വേണ്ടത്? അതിനെയാണ്, ആ സുരക്ഷിതമായിട്ടുള്ള അകലത്തിനെയാണ് സേഫ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഡിസ്റ്റൻസ് എവിടെയും പറയുന്നില്ല. കാരണം നമ്മൾ ആ ലോജിക്ക് വെച്ച് നോക്കിയാൽ അറിയാം. ഇപ്പോൾ 2 വാഹനങ്ങൾ തമ്മിൽ 2 വാഹനം 80 കിലോമീറ്റർ വേഗതയിൽ പോവുക. 80 കിലോമീറ്റർ വേഗതയിൽ 2 വാഹനങ്ങൾ പോകുന്നു. ആ വാഹനങ്ങൾ തമ്മിൽ പാലിക്കേണ്ട ദൂരം എന്ന് പറഞ്ഞാൽ അത് കുറച്ച് കൂടുതലായിരിക്കും. കാരണം ഈ 80 കിലോമീറ്റർ വരുന്ന ഒരു വാഹനം പെട്ടെന്ന് നിർത്തിയാലും പോകാനുള്ള ദൂരം നമുക്കറിയാമല്ലോ, മനസ്സിലറിയാം. അതേപോലെ തന്നെ 2 വാഹനങ്ങൾ 10 കിലോമീറ്റർ വേഗതയിൽ പോകുമ്പം അത്രയും ദൂരം അതിന് നിൽക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോഴേ വാഹനം നിൽക്കും. നമുക്ക് വേണേൽ മുട്ടിച്ച് വാഹനം ഓടിച്ചാലും ഇടിക്കത്തില്ല. അപ്പോൾ സേഫ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മളത് സുരക്ഷിതമായിട്ടുള്ള അകലം നമ്മുടെ മനസ്സിൽ നിന്ന് കണ്ടുപിടിക്കണം. അതായത് വാഹനം പെട്ടെന്ന് ബ്രേക്ക് നിറച്ചാലും, ഫ്രണ്ടിലത്തെ വാഹനം പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചാലും ഇടിക്കരുത്, അല്ലെങ്കിൽ അപകടം ഉണ്ടാകരുത് എന്ന് നമുക്ക് മനസ്സിലൊരു ദൂരം ഉണ്ടായിരിക്കുമല്ലോ. അതാണ് സുരക്ഷിതമായ അകലം എന്ന് പറയുന്നത്. അപ്പോൾ 2 വാഹനങ്ങൾ തമ്മിൽ പാലിക്കേണ്ട അകലം എത്രയാണ്? 1 മീറ്റർ, 10 മീറ്റർ, 20 മീറ്റർ സുരക്ഷിതമായ അകലം. ഇങ്ങനെ ഒരു ഓപ്ഷൻ തരുമ്പോഴാണ് സുരക്ഷിതമായ അകലം എന്ന് പറയേണ്ടത്. ഓക്കെ, അതാണ് സുരക്ഷിത അകലം അല്ലെങ്കിൽ സേഫ് ഡിസ്റ്റൻസ്. ഇനി അടുത്ത് പറയുകയാണെങ്കിൽ, നമ്മുടെ ഒരു ലോഡുള്ള വാഹനം, ഒരു ലോറി, വലിയ ഷേപ്പൊന്നുമില്ല, ലോറിയാണ്. ഈ കാണുന്നത് തറനിരപ്പ്. ലോറിക്കകത്ത് ഒരു ലോഡ് കയറ്റുവാണ്. ഈ ലോഡിൻ്റെ ഹൈറ്റ് തറനിരപ്പിൽ നിന്നും മാക്സിമം എത്ര ഹൈറ്റ് വരെ ലോഡ് കയറ്റാനായിട്ട് പറ്റും? ലോഡിൻ്റെ മാക്സിമം ഹൈറ്റ് എത്ര ഹൈറ്റ് വരെ കയറ്റാനായിട്ട് പറ്റും? അത് 4 മീറ്ററാണ്. തറനിരപ്പിൽ നിന്നും ഒരു വണ്ടിയുടെ, ഒരു വാഹനത്തിൻ്റെ, ഒരു ലോറിയിൽ കയറ്റാവുന്ന ലോഡിൻ്റെ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് 4 മീറ്ററാണ്. 4 മീറ്റർ. ഇനി അടുത്ത് ട്രാക്ടറുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ PSC പരീക്ഷയ്ക്കും ചോദിക്കുന്ന, എല്ലാ ഡ്രൈവർ പരീക്ഷയ്ക്കും ചോദിച്ചു വന്നിരുന്ന ഒരു ചോദ്യമാണ്, ഡ്രൈവറെ കൂടാതെ ഒരു ട്രാക്ടറിൽ എത്ര പേരെ കയറ്റാനായിട്ട് പറ്റും? 1, 2, 5, ഏതാണ്? കൂടുതൽ ആളുകളും 2 അല്ലെങ്കിൽ 1 കൊടുക്കാറുള്ള ഒരു ചോദ്യവും കൂടെയാണിത്. അപ്പോൾ ഓർക്കുക, ഒരു ട്രാക്ടറിൽ ഒരിക്കലും വേറൊരാളെ കയറ്റാൻ പറ്റത്തില്ല. ട്രാക്ടർ ഡ്രൈവർക്ക് മാത്രം ഓടിക്കാനായിട്ടുള്ള വാഹനമാണ്. ആ ട്രാക്ടറിൽ എന്താണ്? മറ്റൊരാളെ കയറ്റാനായിട്ട് പാടില്ല. ട്രാക്ടറിൽ മാക്സിമം ഒരാളെ മാത്രമേ കയറ്റാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. അതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്യുന്നില്ല. കാരണം ഒത്തിരി സമയം നമ്മൾ ആദ്യം തന്നെ സംസാരിച്ചു, അതുകൊണ്ടാണ് ആഡ് ചെയ്യാത്തത്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് മുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകാം. അപ്പോൾ ഓർക്കുക, ഞാൻ പറഞ്ഞിരുന്ന കാര്യം ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാം. ലോഗ് ബുക്ക് എന്താണ്? സർക്കാർ വാഹനങ്ങളിൽ അതിനകത്ത് ഡ്രൈവർ സൂക്ഷിക്കേണ്ട രേഖേനെ ലോഗ് ബുക്ക് എന്ന് പറയുന്നു. ഡിസൈൻ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റോഡിലൂടെ സുരക്ഷിതമായിട്ട് പോകാനായിട്ടുള്ള ഒരു സ്പീഡ് അവർ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് കാണും. ആ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്ന സ്പീഡിനെയാണ് ഡിസൈൻ സ്പീഡ് എന്ന് പറയുന്നത്. ഡിഫെൻസീവ് ഡ്രൈവിംഗ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ കൃത്യമായി നിയമം അനുസരിച്ച് വാഹനം ഓടിക്കുന്നെങ്കിലും എതിരെ വരുന്നയാൾ അത് തെറ്റിക്കാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട് വാഹനം ഓടിക്കുന്നതിനെ എന്ത് പറയും? ഡിഫെൻസീവ് ഡ്രൈവിംഗ് അല്ലെ പ്രതിരോധ ഡ്രൈവിംഗ് എന്ന് പറയും. ഇനി പ്രതിപ്രവർത്തന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രതിപ്രവർത്തന സമയം, റിയാക്ഷൻ ടൈം. ഒരു അപകടം കണ്ടിട്ട് നമ്മുടെ വാഹനം ഡ്രൈവർ പ്രോപ്പറായിട്ട് നിർത്താനെടുക്കുന്ന സമയത്ത് എന്ത് പറയാം? റിയാക്ഷൻ ടൈം എന്ന് പറയാം. ഇനി നാഷണൽ പെർമിറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് പറഞ്ഞിരുന്നത്? ഒരു ഡ്രൈവർ സീറ്റിന് പുറകിൽ കിടക്കാനുള്ള സംവിധാനം വേണ്ട വാഹനം ഏതാണെന്ന് ചോദിച്ചപ്പോഴാണ് നാഷണൽ പെർമിറ്റ് വാഹനം പറഞ്ഞത്. ഒരു ഓട്ടോറിക്ഷയിൽ എത്ര പേർക്ക് കയറാനായിട്ട് പറ്റും? 3 പേർക്ക്. കുട്ടികളാണെങ്കിൽ 3x2 6 പേർക്ക് കയറാനായിട്ട് പറ്റും. ഇനി അടുത്ത് സ്കൂൾ ബസ്സിൽ എത്ര ശതമാനം ആളുകൾക്ക് നിന്ന് പോകാം? ആർക്കും നിന്ന് പോകാനായിട്ട് പറ്റത്തില്ല. കളർ എന്താണ്? ഗോൾഡൻ യെല്ലോ കളറാണ്. ടൈപ്പ് ഏതാണ്? ട്രാൻസ്പോർട്ട് വെഹിക്കിളാണ്, ട്രാൻസ്പോർട്ട് വാഹനമാണ്. സേഫ് ഡിസ്റ്റൻസ് എന്താണ്? 2 വാഹനങ്ങൾക്കിടയിൽ ഉണ്ടാകേണ്ട സുരക്ഷിതമായ അകലം. അത് നമ്മുടെ മനസ്സിൽ നിന്നുള്ള ഒരു അകലമാണ്, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഒരു അകലമാണ്. അതാണ് സുരക്ഷിതമായ അകലം. ഇനി ഒരു ലോഡ് ഹൈറ്റ്, റോഡിൽ തറനിരപ്പിൽ നിന്നും അല്ലെങ്കിൽ റോഡിൻ്റെ നിരപ്പിൽ നിന്നും ഒരു ലോഡിന് മാക്സിമം പറ്റാവുന്ന ഹൈറ്റ് എത്രയാണ്? അത് 4 മീറ്ററാണ്. 4 മീറ്ററാണ്. ട്രാക്ടറിൽ എത്ര പേർക്ക് കയറാം? ഡ്രൈവറിന് മാത്രം കയറാം, മറ്റാർക്കും കയറാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിനകത്തുള്ളത്.
അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.